ദിരികിട ദിം തനനന ദിം തനനദനദോ ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തന ദിരികിട ദിം തനനന ദിം തനനദനദോ. സച്ചി, നാളെ ക്ലാസ്സിന് പോകണ്ട, നമുക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോകാനുണ്ട്. എനിക്കും സന്തോഷം അർജുൻ്റെ പേരിൽ എന്തോ വഴിപാട് ചെയ്യാനുണ്ടെന്ന്. അപ്പൊ നമ്മളെല്ലാരും കൂടി പോവാണ്. എന്നാ നീ നാളെ ലീവാക്കിക്കോ മോളെ. പിന്നെ സച്ചി നേരത്തെ വരാൻ നോക്കണം. അവരുടെ കാര്യം വെച്ചാൽ നമ്മുടെ കാര്യം പോലെ തന്നെ. ഞാൻ നാളെ ലീവാക്കിക്കോണ്ട്. എന്തിനാ നമ്മൾ അവരുടെ കാര്യത്തിന് പോണേ? ഞാനൊന്നുമില്ല. സച്ചി, നമ്മുടെ വീട്ടിൽ നിന്ന് നിൽക്കണവരല്ലടാ, അവരുടെ ആവശ്യത്തിന് നമ്മൾ വേണ്ടേ പോവാൻ. നീ അവരെ മൈൻഡ് ആക്കണ്ട, നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അരവിന്ദനെ വിളിച്ച് പറയട്ടെ, ഞാൻ നാളെ ഇല്ലാന്ന്. തേങ്ങ മുടി ഉണങ്ങാത്തോണ്ട് നല്ലപോലെ നിൽക്കണില്ല. കുഴപ്പമില്ല, ഇതൊക്കെ മതി. എന്റെ സച്ചി മതി, എത്ര നേരം കണ്ണാടി നോക്കണം, വാ പോവാ. നമ്മൾ 7 പേരും വണ്ടിയിൽ കൊള്ളൂ. നീ ഒരു കാര്യം ചെയ്യ് സച്ചി, നീ ഒറ്റയ്ക്ക് വാടാ. സ്ഥലമൊക്കെ ഉണ്ടാവും. ഞാൻ ശ്രീകുട്ടീനെ മടിയിൽ വെച്ചിരുന്ന ഒരാൾക്കും കൂടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവുമല്ലോ. എന്തിനാ ശ്രീജിയെ വയസ്സാകാലത്ത് കഷ്ടപ്പെടണേ? അവൻ ഒറ്റയ്ക്ക് കൊണ്ട് പറഞ്ഞയച്ചാൽ പോരെ, ഇത്ര കഷ്ടപ്പെടണോ? എന്നൊരു കാര്യം ചെയ്യാം, സച്ചി അർജുനും കൂടി ബൈക്കിൽ പോയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും കാറിൽ പോവാം. അത് പറ്റില്ല, അവൻ എൻ്റെ കൂടെ തന്നെ വേണം. സച്ചി നാട്ടിൽ പുതിയതൊന്നുമല്ലല്ലോ, അവൻ ഇവിടെ എല്ലാം അറിയുകയും ചെയ്യാം. പക്ഷെ എൻ്റെ മോനെ അങ്ങനെയില്ല, അവൻ എൻ്റെ കൂടെ ഉണ്ടായാലും എനിക്ക് സമാധാനം ഉണ്ടാവും. ശ്രീജ, കൂടുതൽ തല്ലുണ്ടാക്കാൻ നിൽക്കാതെ അവർ വന്നോട്ടെ. സച്ചി നീ ഒറ്റയ്ക്ക് പോയാൽ മതി, ഞങ്ങൾ കാറിൽ വന്നോളാം. മാധവേട്ട, അവൻ വേണ്ടമ്മ, ഞാൻ ബൈക്കിൽ പോയിക്കോളാം. ഞാൻ അമ്പലത്തേക്ക് എത്തിക്കോളാം. ശ്രീകുട്ടി, നീ കാറിലിരിക്കേ. എന്താ അച്ഛാ, വീട്ടിന്റെ കൂടെ പോയിക്കോളാം. നിങ്ങൾ അച്ഛൻ കാറിൽ പോയിക്കോ, ഞങ്ങൾ എന്തായാലും പഠിക്ക വന്നോളാം. ആ മക്കളെ, നിങ്ങളൊപ്പം പോയിക്കോളൂ. എന്നാ ശരി. എന്തായാലും ഇത്ര സ്നേഹം എന്നോട്? അവരുടെ കൂടെ ഇരുന്നാലേ അവാർഡ് പടം പോണ പോലെ ഞാൻ പോണ്ടി വരും. എന്നോടാണ് പ്രശ്നമില്ലല്ലോ, എന്റെ സ്നേഹം കൊണ്ടൊന്നുമില്ല. അമ്മ വണ്ടി ഓടിക്കടാ. ഓ മനസ്സിലായി. ദൈവമേ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിനറിയാലോ. എല്ലാം മറന്ന് അച്ഛൻ പഴയ പോലെ എന്നെ സ്വീകരിക്കണേ. അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ നല്ലപോലെ ജീവിക്കാൻ പറ്റണേ ഭഗവാനെ. അച്ഛനമ്മയ്ക്കും ജീവിക്കാൻ ദീർഘായുസ് കൊടുക്കണേ. പിന്നെ ആരോഗ്യത്തിന് എനിക്ക് മാത്രമായിട്ട് തരണേ. സ്നേഹിക്കാനും കുഞ്ചിക്കാനും ദേഷ്യപ്പെടാനും ആരോഗ്യത്തിന് മാത്രം മതി ദൈവമേ. എനിക്ക് എന്നാ തരണേ, വേറെ ആർക്കും കൊടുക്കണ്ടേ ഈശ്വര. ഈശ്വര, നമ്മളെല്ലാം കടങ്ങളൊഴിഞ്ഞ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ അവസരം ഉണ്ടാക്കി തരണേ. പിന്നെ ആ സച്ചേട്ടനോട് എനിക്കെന്തോ തോന്നിത്തുടങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാക്കാനും ഇഷ്ടമാണെങ്കിൽ ഇന്നും കൂടെ നിർത്താൻ എനിക്ക് കഴിയണേ ഈശ്വര. ഷാലു ലിച്ചു അവിടെ നിൽക്കണേ. അവരൊന്ന് കോളേജിൽ പോയില്ലോ. ഹേയ് ഷാലു. അല്ല, രണ്ടാളെന്താ ഇവിടെ നിന്ന് കോളേജിൽ പോയില്ലേ? ഇവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കണമെന്ന് കേട്ടു, അതുകൊണ്ട് വന്നതാ. സച്ചിട്ടും അതിന് വന്നതാണോ? ബിരിയാണി ഞാൻ തൊഴാനാ വന്നേ. എന്റെ മനുഷ്യ, ഞാൻ നിങ്ങളെ ആക്കി സംസാരിച്ചതാണേ. ഓ അപ്പിടിയാ. അല്ല, ഇന്നെന്താ കോളേജിൽ പോയതിരുന്ന് രണ്ടും അമ്പലത്തിൽ കയറാളോണ്ടാ? എനിക്കും അമ്മയ്ക്കും അമ്പലത്തിൽ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു വഴിപാടുണ്ട് അത്രേ, അത് തീർക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഞാനിന്ന് കോളേജിലില്ലാന്ന് പറഞ്ഞപ്പോ ഇവളും പോയില്ല. അപ്പൊ ഞങ്ങൾ എന്നോടൊപ്പം അമ്പലത്തേക്ക് വന്നു. ഓ അങ്ങനെ. അല്ല പിന്നെ ലിച്ചു, ഇന്നലെ ഞങ്ങൾ മാറി നിന്നിട്ട് ഇങ്ങനെ അരവിന്ദനോട് സംസാരിച്ചോ? ഓർമ്മിപ്പിക്കല്ലേ, അതൊന്നും ഓർക്കിക്കിനി വയ്യ. അയാളുടെ തൊള്ളയിൽ നാക്കുണ്ടോ? ഞാൻ
ഞാനും വിചാരിച്ചു എന്തോ ഒന്നും പറയാതിരുന്നേന്ന്. അവനധികം മിണ്ടാത്ത കൂട്ടത്തില. ഞാനെന്നാ പിന്നെ സംസാരിക്കുക. അല്ല അവൻ നല്ല എന്താ പറഞ്ഞേ? അമ്മോ, ഇത്രയല്ലേ കിട്ടിയുള്ളൂ? ചില പെണ്ണുങ്ങൾക്ക് ഇതിൽ അപ്പുറം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ സേഫ് അലിച്ചു. പക്ഷേ ഇതിൽ നീ ഭദ്രയില്ല. സച്ചിയുടെ നോക്കിക്കോ, ഏട്ടൻ്റെ കൂട്ടുകാരനെ വളച്ച് കുപ്പിയിലുണ്ടല്ലോ ഞാൻ. ലച്ചു ഒന്നിങ്ങോട്ട് വന്നേടി, ഒരു ആവശ്യമുണ്ട്. എന്നാലേ ഞാനിപ്പോൾ വരാം. ശില്പ നീ ഇവിടെ നിൽക്കാൻ, ഞാനിപ്പോൾ വരാട്ടാ. ശില്പയ്ക്ക് സാരി നല്ല ചേരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക്സ്. താനും ലച്ചും സിബ്ലിങ്സ് ആണോ? കൂടെപ്പിറപ്പില്ല, എന്നാലും കൂടെ പിറന്ന പോലെ തന്നെ. ഞാനും അവളൊക്കെ അയൽവാസികളാ. എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ അവർ കല്യാണം കഴിച്ചപ്പോൾ അവരുടെ ഭാര്യമാരായ എൻ്റെ അമ്മയും അവളുടെ അമ്മയും തമ്മിൽ ഫ്രണ്ട്സായി. അങ്ങനെ ഞങ്ങളും ഫ്രണ്ട്സായി. ഞങ്ങൾ തമ്മിൽ 1 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാൽ കണ്ടാ പറയോ അതാ മൂത്തത് എന്ന്. എന്താ സച്ചേട്ടാ കണ്ടൊരു മൈൻഡില്ലാത്ത? അയ്യോ, ഞാൻ കണ്ടില്ല മോളെ, അതല്ലേ മൈൻഡ് ചെയ്യാതിരുന്നേ. ഏട്ടൻ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് ഇപ്പൊ പഠിത്തൊക്കെ? മോളോ, ഞാനൊരു കാട്ടു കോഴിയല്ലേ, രണ്ടുമൂന്ന് സംസാരിക്കാൻ നോക്ക്. സച്ചേട്ടാ ഞാൻ പോവാ. ഇത്ര പെട്ടെന്ന് പോവാണോ? കുറച്ചേരം കൂടെ സംസാരിച്ചിട്ട്. ഇത്ര നേരം ആ കുട്ടിയോട് സംസാരിച്ച് നിൽക്കായിരുന്നില്ലേ? ആ കുട്ടിയോട് സംസാരിച്ചെന്നോ? ഞാൻ പോവാ. ഇവക്ക് ഇതെന്താ പറ്റിയേ?